വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ, അടിപൊളിയായിട്ട് നമ്മൾ ബ്രിഡ്ജ് കോഴ്സ് ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതായത് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അത് റിലീസ് ആവുന്നവരെ നമുക്ക് പഠിക്കാനായിട്ടാണ് ബ്രിഡ്ജ് കോഴ്സ് തന്നിരിക്കുന്നത്. ഈ ബ്രിഡ്ജ് കോഴ്സിലൂടെ നമ്മൾ എന്താ പഠിക്കുന്നത്? നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും, പുതിയ ടെക്സ്റ്റ് ബുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ബ്രിഡ്ജ് കോഴ്സിലൂടെ പഠിക്കുന്നത്. ഈ ബ്രിഡ്ജ് കോഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാത്ത പുതിയ കുറെ കാര്യങ്ങൾ കൂടി നമുക്ക് ഇതിലൂടെ പഠിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ആ ബ്രിഡ്ജ് കോഴ്സിലുണ്ട്. രണ്ടാമത്തെ ആഴ്ചയിൽ, രണ്ടാമത്തെ വീക്കിലെ ഒരു അടിപൊളി ആക്ടിവിറ്റിനെ കുറിച്ചാണ് മിസ് പറയുന്നത്. ഓക്കെ, ആ വീക്കിൽ നമ്മുടെ ആക്ടിവിറ്റിയിൽ നമ്മളോട് പറയുന്നത് കമ്പൈൻ, കമ്പയർ ആൻഡ് ചേഞ്ച് പ്രോബ്ലംസിനെ പറ്റിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ പ്രോബ്ലംസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കമ്പൈൻ പ്രോബ്ലംസ്, കമ്പയർ പ്രോബ്ലംസ്, ചേഞ്ച് പ്രോബ്ലംസ്. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് തന്നെ നമ്മളുടെ ക്വസ്റ്റ്യൻസിൽ കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കിയാലോ. അതിൽ ഒന്നാമത്തെ കാര്യം ഇവിടെ കണ്ടോ, ഇവിടെ കുറേ വേർഡ് പ്രോബ്ലംസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലേ ഈ വേർഡ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അത് വായിച്ച് അതിലെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഉത്തരം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. അപ്പൊ ഈ വേർഡ് പ്രോബ്ലംസിനെയാണ് ഈ കമ്പയർ, കമ്പൈൻ, ചേഞ്ച് ക്വസ്റ്റ്യൻസ് ആക്കി നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതെങ്ങനെയാ തിരിച്ചറിയുക? സിമ്പിൾ ആണ്. സിമ്പിൾ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. എ സ്കൂൾ ലൈബ്രറി ഹാഡ് 320 ബുക്സ്. ഒരു സ്കൂൾ ലൈബ്രറിയിൽ 320 ബുക്സ് ഉണ്ട്. ദ ലൈബ്രറിയൻ ബോട്ട് 150 മോർ ബുക്സ്. ലൈബ്രറിയൻ എന്ത് ചെയ്തിട്ടുണ്ട്? 150 ബുക്സും കൂടെ കൂടുതൽ കൊണ്ടുവന്നു. ഹൗ മെനി ബുക്സ് ആർ ദെയർ നൗ? ഇപ്പോൾ അവിടെ എത്ര ബുക്സ് ഉണ്ട്? സോ നമ്മൾ എന്താ കാൽക്കുലേഷനിൽ ചെയ്യുക? നമുക്കറിയാം ലൈബ്രറിയിൽ 320 ബുക്സ് ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു 150 ബുക്ക് കൂടെ ആഡ് ആയി വന്നു, കൂടുതലായി വന്നു, കമ്പൈൻ ആയി വന്നു. സോ ദിസ് ഈസ് എ കമ്പൈൻ ക്വസ്റ്റ്യൻ അല്ലേ. ഇത് വരുന്നത് എന്താണ്? ഒരു കമ്പൈൻ ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ കമ്പൈൻ എന്ന് എഴുതാം. ഇതൊരു കമ്പൈൻ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ആൻ എലിഫന്റ് വെയ്റ്റ്സ് 1200 kilograms. ഒരു ആന അല്ലെ, ആനയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 1200 kilograms ആണ്. വൈൽ എ ജിറാഫ് വെയ്റ്റ്സ് 850 kilogram. ജിറാഫിന് 850 kilogram മാത്രമേ ഉള്ളൂ. ഹൗ മച്ച് ഹെവിയർ ഈസ് ദ എലിഫന്റ് ദാൻ ജിറാഫ്? ഹൗ ഹെവിയർ ഈസ് എലിഫന്റ് ദാൻ ജിറാഫ്? അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നേ? എലിഫന്റിന്റെ വെയിറ്റും അറിയാം, ജിറാഫിന്റെ വെയിറ്റും അറിയാം. നമ്മൾ ചോദിക്കുന്നത് അപ്പം എലിഫന്റ് എത്ര വെയിറ്റ് കൂടുതലാണ്? അപ്പൊ നമ്മൾ ആക്ച്വലി അവിടെ ചെയ്യുന്നത് എന്താണ്? എലിഫന്റിനെയും ജിറാഫിനെയും കമ്പയർ ചെയ്യാണ്. വെയിറ്റുകൾ നമ്മൾ എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യാണ്. സോ ദിസ് ഈസ് എ കമ്പയർ ക്വസ്റ്റ്യൻ. കമ്പയർ. ഇത് കമ്പൈൻ അല്ല, ഇത് കമ്പയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കമ്പാരിസൺ ആണ് ചെയ്യുന്നത്. അടുത്തത്, there were 45 mangoes in a basket. ഒരു ബാസ്ക്കറ്റിൽ 45 mangoes ഉണ്ട്. After giving away 18 mangoes, how many are left? ഒരു ബാസ്ക്കറ്റിൽ 45 mangoes ഉണ്ട്. അതിൽ നിന്നും 18 mangoes കൊടുത്തു. 45ൽ നിന്ന് 18 കൊടുത്തു. കമ്പൈൻ ആണോ ചെയ്യുന്നത്? അല്ല. എന്താ ചെയ്യുന്നത്? കമ്പാരിസൺ ആണോ? അല്ല. 45ൽ നിന്ന് 18 കൊടുക്കുകയാണ്. ബാക്കി എത്ര? ചേഞ്ച് അല്ലേ. ബാക്കി എത്ര? അവിടെ നമ്മൾ ചെയ്യുന്നത് ചേഞ്ച് ആണ്. ഇതാണ് ചേഞ്ച് പ്രോബ്ലം. അടുത്ത നോക്കി. എ ഗാർഡനർ പ്ലാന്റ് 25 റോസ് പ്ലാന്റ്സ്. 25 റോസ് പ്ലാന്റ്സ് ഗാർഡനർ പ്ലാന്റ് ചെയ്തു. ആൻഡ് 35 തുലിപ്പ് പ്ലാന്റ്സ്. തുലിപ്പ് നല്ല ഭംഗിയുള്ളൊരു പൂവില്ലേ. അപ്പം ഗാർഡനർ എന്ത് ചെയ്തു? 25 റോസ് പ്ലാന്റ്സും 35 തുലിപ്പ് പ്ലാന്റ്സും പ്ലാന്റ് ചെയ്തു. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി പ്ലാന്റ്സ് ഡിഡ് ഹി പ്ലാന്റ് ഇൻ ടോട്ടൽ? ടോട്ടൽ റോസ് പൂക്കളും ഉണ്ട്, തുളിപ്പും ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര? ടോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഇവിടെ? കമ്പൈൻ. റെഡി? കമ്പൈൻ. അടുത്തത്, രാഹുൽ ഹാസ് 750 rupees. ആഫ്റ്റർ സ്പെൻഡിങ് 275 ഓൺ എ ക്രിക്കറ്റ് ബാറ്റ്, ഹൗ മച്ച് മണി ഈസ് ലെഫ്റ്റ് വിത്ത് ഹിം? രാഹുലിന്റെ കയ്യിൽ 750 rupees ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒരു ക്രിക്കറ്റ് ബാറ്റ് വാങ്ങി പൈസ കൊടുത്ത് ക്രിക്കറ്റ് ബാറ്റ് വാങ്ങി. അപ്പൊ നമുക്ക് എന്താ അവർ തരിക? ബാലൻസ് ആണ് തരിക അല്ലെ. ബാക്കി എത്രയുണ്ട്? ബാലൻസ്, ചേഞ്ച് അല്ലേ. അവിടെ നമ്മൾ ചെയ്യുന്നത് ചേഞ്ച് ആണ്. ഇപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. എന്താണ് കമ്പൈൻ ക്വസ്റ്റ്യൻസ്, എന്താണ് കമ്പയർ ക്വസ്റ്റ്യൻസ്, എന്താണ് ചേഞ്ച് പ്രോബ്ലംസ് എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ മിസ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണിക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ കമ്പയർ എന്നാണ് ഇവർ പറയുന്നത്, പക്ഷെ അത് കറക്റ്റ് അല്ല, റോങ് ആണ്.
അതിന്റെ കറക്റ്റ് ടൈപ്പ് ഏതാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് താഴെ കമന്റ് ആയിട്ട് പറയണം. ഓക്കെ, സംഗതി എളുപ്പമാണ്. ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഈ ക്വസ്റ്റ്യൻ ഇവർ പറയുന്നത് ഇതൊരു കമ്പയർ ക്വസ്റ്റ്യൻ ആണ് എന്നാണ്, പക്ഷെ അത് തെറ്റാണ്. ശരിക്കും ഇത് കമ്പയർ ആണോ, കമ്പൈൻ ആണോ, ചേഞ്ച് ആണോ എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് താഴെ കമന്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് പറയാം. ഓക്കെ, ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നാലും കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോടൊക്കെ നമ്മുടെ ക്ലാസ് കാണാൻ വേണ്ടി പറയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്, ഹാവ് എ ഗ്രേറ്റ് ഡേ, ബൈ.